ഇത് നമ്മൾ ഈ പിക്ചറിൽ കാണിക്കുന്നത് ഡിഫറെൻറ്റ് ബയോമുകളാണ്, പല പല ബയോമുകളാണ് നമ്മളോട് കാണിക്കുന്നത്. സോ നമ്മൾ മേജർ ബയോമുകൾ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ബയോം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇക്കോസിസ്റ്റത്തിൻ്റെ തന്നെ ലാർജസ്റ്റ് ഫോമുകളാണ് ബയോം. നമ്മൾ ആ ബയോളജിക്കൽ ഓർഗനൈസേഷനിൽ മാക്രോമോളിക്യൂളിൽ തുടങ്ങി ഏറ്റവും ലാസ്റ്റ് കാണുന്നതാണ് ബയോം എന്ന് പറഞ്ഞിരുന്നു. സോ ആ ബയോമിൻ്റെ ഫോർമേഷന് കാരണം നമ്മൾ പറഞ്ഞത് എങ്ങനെയായിരുന്നു? ഈ ആനുവൽ വേരിയേഷൻസ്, വർഷമുള്ള ആ വ്യതിയാനങ്ങൾ. ഏതിലുള്ള വേരിയേഷൻസാ? ടെമ്പറേച്ചർ, അതുപോലെ പ്രിസിപ്പിറ്റേഷൻ ഏതായിരുന്നു നമ്മൾ പറഞ്ഞത്? റെയിൻ ആൻഡ് സ്നോ. ഈ പറഞ്ഞ റെയിൻ ഫോമിലും സ്നോ ഫോമിലുള്ള പ്രിസിപ്പിറ്റേഷനും ടെമ്പറേച്ചറിലുള്ള വർഷമുള്ള വേരിയേഷൻസുമാണ് ഈ പറഞ്ഞ ഡിഫറെൻറ്റ് ബയോമുകൾ ഫോം ചെയ്യാനുള്ള കാരണം. സോ നമ്മൾ ഈ പിക്ചറിൽ കാണിക്കുന്ന ബയോമുകൾ നോക്കാമൊന്ന്. ഇത് ആദ്യം കാണുന്നത് ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? മരുഭൂമികൾ. രണ്ടാമത്തേത് ഗ്രാസ് ലാൻഡ്. ഇത് ആ ഗ്രാസ് ലാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? പുൽമേടുകൾ. സോ മരുഭൂമികൾ, ഗ്രാസ് ലാൻഡ് എന്ന് പറഞ്ഞാൽ പുൽമേടുകൾ. പിന്നത്തത് ട്രോപ്പിക്കൽ ഫോറസ്റ്റ് ആണ് ഈ ഗ്രീനായിട്ട് കാണിച്ചത്. ട്രോപ്പിക്കൽ ഫോറസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉഷ്ണമേഖലാ വനങ്ങൾ. ഇതാണ് ഉഷ്ണമേഖലാ വനങ്ങൾ അഥവാ ട്രോപ്പിക്കൽ ഫോറസ്റ്റ്. പിന്നത്തത് ഒരു വലിയൊരു ഭാഗമായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇതാണ് ടെമ്പറേറ്റ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ സമശീതോഷ്ണ വനങ്ങൾ. ഇതാണ് സമശീതോഷ്ണ വനങ്ങൾ അഥവാ ടെമ്പറേറ്റ് ഫോറസ്റ്റ്. പിന്നെ ഉള്ളത് കാണാം കോണിഫറസ് ഫോറസ്റ്റ്. അത് കഴിഞ്ഞാൽ പിന്നെ കാണുന്നതാണ് ആർട്ടിക് ആൻഡ് ആൽപൈൻ ടുണ്ട്ര. ഇതാണ് ആർട്ടിക് ആൻഡ് ആൽപൈൻ ടുണ്ട്ര. അത് ഉത്തരധ്രുവ തുണ്ട്രയും അതുപോലെ ആൽപൈൻ ടുണ്ട്രയും. ഉത്തരധ്രുവവും അതുപോലെ ആൽപൈൻ ടുണ്ട്രയാണ് ഈ പറഞ്ഞ തുന്ദ്ര മേഖല എന്ന് പറഞ്ഞിട്ട് നമ്മൾ മലയാളത്തിൽ പറയുന്നതാണിത്, ആർട്ടിക് ആൻഡ് ആൽപൈൻ ടുണ്ട്ര. ഇതാണ് നമ്മൾ ഈ പറയുന്ന മേജറായിട്ട് കാണുന്ന ബയോം ഡിസ്ട്രിബ്യൂഷൻ. അത് ഈ ബയോം ഇത്രയും ഡിഫറെൻറ്റ് ബയോമുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് എന്തിൻ്റെ ബേസിലാണ്? ആനുവൽ, ഓരോ വർഷം ഉണ്ടാവുന്ന ടെമ്പറേച്ചറിലുള്ള വേരിയേഷൻസ് കാരണവും അതുപോലെ അവിടെയുള്ള പ്രിസിപ്പിറ്റേഷൻ, റെയിൻ ആൻഡ് സ്നോ ഫോമിലുള്ള പ്രിസിപ്പിറ്റേഷനുമാണ് ഇതുപോലത്തെ ഡിഫറെൻറ്റ് ബയോമുകൾ ഇക്കോസിസ്റ്റത്തിലെ ആ ലാർജസ്റ്റ് ഫോമായിട്ട് വരാൻ കാരണം. സോ അതിൻ്റെ ഒരു ക്ലൈമാക്സ്, ടെറസ്ട്രിയൽ ഇക്കോസിസ്റ്റത്തിൻ്റെ ലാർജസ്റ്റ് ഏരിയ എന്ന് പറയാൻ നമുക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ ബയോമുകൾ, ടെറസ്ട്രിയൽ ഇക്കോസിസ്റ്റത്തിന് ഏറ്റവും വലിയ ഫോമുകൾ, ലാർജസ്റ്റ് ഏരിയ ആണ് ഈ പറഞ്ഞ ബയോമുകൾ. ഈ ബയോമുകളിൽ നമ്മൾ ആദ്യം പറഞ്ഞ ഏതായിരുന്നു? ഡെസേർട്ട് എന്തായിരുന്നു? മരുഭൂമികൾ. ഗ്രാസ് ലാൻഡ് എന്തായിരുന്നു? പുൽമേടുകൾ. പിന്നെ എന്തായിരുന്നു? ട്രോപ്പിക്കൽ ഫോറസ്റ്റ്, ഉഷ്ണമേഖലാ വനങ്ങൾ. ടെമ്പറേറ്റ് ഫോറസ്റ്റ് എന്തായിരുന്നു? സമശീതോഷ്ണ വനങ്ങൾ. പിന്നത്തത് കോണിഫറസ് ഫോറസ്റ്റ്. പിന്നത്തത് ആർട്ടിക് ആൻഡ് ആൽപൈൻ ടുണ്ട്ര, ഉത്തരധ്രുവ തുന്ദ്രയും ആൽപൈൻ തുന്ദ്രയും. അതുപോലെ ഇത് ഓരോന്നിൻ്റെയും നമ്മളിവിടെ കാണുമ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് മീൻ ആനുവൽ ടെമ്പറേച്ചർ, ഓരോ വർഷവുമുള്ള ആ ടെമ്പറേച്ചർ, എത്ര ഡിഗ്രി സെൽഷ്യസിലുള്ള ആ ടെമ്പറേച്ചറുകളും കാണിച്ചിട്ടുണ്ട്. ആ ടെമ്പറേച്ചറിന് ആനുപാതികമായി കിട്ടുന്ന ഇവിടെ ആനുവൽ പ്രിസിപ്പിറ്റേഷൻ, അത് സെൻറ്റിമീറ്ററിലാണ് നമ്മൾ രേഖപ്പെടുത്തുന്നത്. സെൻറ്റിമീറ്ററിലാണ് ആനുവൽ പ്രിസിപ്പിറ്റേഷൻ. അത് റെയിൻ ആവാം, അതുപോലെ സ്നോ ആവാം. സോ ടെമ്പറേച്ചർ ഡിഗ്രി സെൽഷ്യസ് നോക്കിയാൽ 15 ഡിഗ്രി സെൽഷ്യസ്, 10 ഡിഗ്രി സെൽഷ്യസ്. അത് 15, 10, 5 എന്നുള്ളത് നോക്കിയാൽ മൈനസ് ആണ്. -15, -10, -5 ഡിഗ്രി സെൽഷ്യസ്. അത് കഴിയുമ്പോഴാണ് 0 ഡിഗ്രി. പിന്നെ 5 ഡിഗ്രി, 10 ഡിഗ്രി, 15 ഡിഗ്രി, 20, 25, 30 ഡിഗ്രി. സോ 30 ഡിഗ്രി വരെ. സോ ഈ 0ൻ്റെ താഴെ കാണുന്നതൊക്കെ മൈനസ് ആണ്, മൈനസ് ടെമ്പറേച്ചറുകളാണ്. -15, -10, -5 എന്ന് പറഞ്ഞാൽ അത്രയും തണുപ്പുള്ള ടെമ്പറേച്ചറുകളാണ്. സോ അത്രയും തണുപ്പുള്ള ആ ഒരു ഇതാണ് ഇവിടെ കാണിക്കുന്ന ബയോമുകളാണ് ഇവിടെ കാണിക്കേണ്ടത്. അതിൻ്റെ റേഞ്ചിൽ വരുന്നതൊക്കെ ഏറ്റവും തണുപ്പുള്ളതായിരിക്കും, ആ റേഞ്ചിൽ വരുന്നതൊക്കെ. അതേസമയം ഇങ്ങനെ മേലോട്ട് ആ ടെമ്പറേച്ചർ പോകുന്നവരും ആ ടെമ്പറേച്ചർ കൂടി വരണം. അപ്പോൾ ചൂട് കൂടുതലുള്ള സ്ഥലമായിരിക്കും ഇവിടെ ചൂട് കുറവുള്ള ബയോമുകൾ. അതായത് തണുപ്പ് കൂടുതലുള്ള ബയോമുകളാണ് ഇതിന് താഴെ വരുന്നത്, 0ന് താഴെ. തണുപ്പ് കഴിഞ്ഞ് ചൂട് കൂടുതലുള്ളതാണ് ഈ പറഞ്ഞ മേലേക്ക് വരുന്നത്. 20, 25, 30 എന്നൊക്കെ പറഞ്ഞാൽ ഡെസേർട്ടൊക്കെ വരുമ്പോൾ ആ ചൂട് കൂടുതലുള്ള ആ ടെമ്പറേച്ചറാണ് ഉദ്ദേശിക്കുന്നത്. അതിനനുസരിച്ച് ആനുപാതികമായിട്ടുള്ള മീൻ ആനുവൽ പ്രിസിപ്പിറ്റേഷൻ, റെയിൻ ആൻഡ് സ്നോ സെൻറ്റിമീറ്റർ കണക്കിൽ പറഞ്ഞിട്ടുണ്ട്. 50 സെൻറ്റിമീറ്റർ, 100, 150, 200, 250, 300, 350, 400, 450 ഇത്രയും ഡിഫറെൻറ്റ് സെൻറ്റിമീറ്ററിലുള്ള ആനുവൽ പ്രിസിപ്പിറ്റേഷൻ ഇൻ ദ ഫോം ഓഫ് റെയിൻ ആൻഡ് ഈ പറഞ്ഞ സ്നോ.
അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് -15 അത് ഇവിടെ കാണിക്കുക നമ്മൾ 50. സോ ഇവിടെ ഒന്നുമില്ല. അതേസമയം -10 അതുപോലെ -5 അതുപോലെ 0 അത് കഴിഞ്ഞ് 0-നും 5-ൻ്റെ ഇടയിലുള്ള ഒരു പൊസിഷൻ വരെ മേ ബി 2 or 3 വരെ. അപ്പോൾ അത്രയും റീജിയനിൽ കിടക്കുന്ന ബയോമാണ് നമ്മുടെ ആർട്ടിക് ആൻഡ് ആൽപൈൻ ടുണ്ട്ര. സോ ആർട്ടിക് ആൻഡ് ആൽപൈൻ ഭയങ്കര തണുപ്പുള്ള ആ ടെമ്പറേച്ചർ ഉള്ള സ്ഥലം. സോ അവിടെ കിട്ടുന്ന ആനുവൽ പ്രിസിപ്പിറ്റേഷൻ നോക്കൂ, 50 സെൻറ്റിമീറ്റർ, 100 സെൻറ്റിമീറ്റർ, അതിൻ്റെ ആ ഒരു പീക്കിൽ വരുന്നത് 150. അവിടെ കിട്ടുന്ന ആ സ്നോ ആയിരിക്കും. അത്ര തണുപ്പൊന്നും ഉദ്ദേശിക്കുമ്പോൾ അവിടെ സ്നോ ഫോമിലായിരിക്കും പ്രിസിപ്പിറ്റേഷൻ. അതുപോലെ നമ്മുടെ അടുത്തത് ഡെസേർട്ട്. സോ ഡെസേർട്ടിൻ്റെ ഭാഗമാണിത്. ഡെസേർട്ട് നോക്കി എവിടെ നിന്നോട്ടാണ് ഒരു 5-ന് മേലെ തൊട്ട് ഈ 25-ൻ്റെ ആ ഇടയിൽ ഗ്യാപ്പ് വരുന്ന വരെ 20-25-ൻ്റെ മിഡിൽ വരെ ഡെസേർട്ടിൻ്റെ ടെമ്പറേച്ചറിനാണ്. അവിടെ കിട്ടുന്ന പ്രിസിപ്പിറ്റേഷൻ വളരെ കുറവാണ്. ഈ ഡെസേർട്ട് ആണെന്നുണ്ടെങ്കിൽ അവിടെ കിട്ടുന്ന ആനുവൽ പ്രിസിപ്പിറ്റേഷൻ നോക്കി ആ 50-യുടെയും ഉള്ളിലാണ്. 50 ഇതിൻ്റെ ബിലോ 15-ന് താഴെയാണ് ആനുവൽ പ്രിസിപ്പിറ്റേഷൻ ഈ ഡെസേർട്ടിൽ കിട്ടുന്നത്. അതുപോലെ ഗ്രാസ് ലാൻഡുകൾ, നമ്മളെന്താ പറഞ്ഞ പുൽമേടുകൾ, അവിടെ അതെ അത് ഇതുപോലെ ഈ 0-ന്ന് കുറച്ച് മേലെ പോയി ഈ 25 കുറച്ചും കഴിഞ്ഞ് 30-ൻ്റെ താഴെയായിട്ട് കിടക്കുന്ന അത്രയും ടെമ്പറേച്ചറാണ് ആ ഗ്രാസ് ലാൻഡ് പുൽമേടുകളിൽ കിട്ടുന്നത്. അവിടെ കിട്ടുന്ന പ്രിസിപ്പിറ്റേഷൻ നമ്മൾ താഴെ നോക്കുകയാണെങ്കിൽ ഈ 50 തൊട്ട് അതെന്താണ് ഒരു 50 തൊട്ട് 100 വരെയുള്ള ഈ സെൻറ്റിമീറ്ററിൽ ആനുവൽ പ്രിസിപ്പിറ്റേഷൻ റെയിൻ ഫോമിൽ കിട്ടും. അതുപോലെ അടുത്തത് നമ്മുടെ ഈ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്. ഈ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ഇതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഇതേ 20-25-ൻ്റെ ഇടയിൽ കിടക്കുന്നുണ്ട്. ഇത്രയും ടെമ്പറേച്ചറാണ് അവിടെ കിടക്കുന്നത്. റെയിൻഫോൾ കിട്ടുന്നത് ഇതിൻ്റെ താഴെ വരികയാണെങ്കിൽ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതേ 200 തൊട്ട് അല്ലെങ്കിൽ 150 കഴിഞ്ഞുള്ള കുറച്ച് ഇത് തൊട്ട് പിന്നെ ഇവിടെ വരെ ഏറ്റവും കൂടുതൽ മഴ അല്ലെങ്കിൽ അങ്ങനത്തെ ട്രോപ്പിക്കൽ ഫോറസ്റ്റുകൾ ഇവിടെ ഇതാണ് 450 വരെ റെയിൻഫോൾ കിട്ടുന്ന ഒരു സ്ഥലം. അത് കഴിഞ്ഞ് ടെമ്പറേറ്റ് ഫോറസ്റ്റുകൾ. ടെമ്പറേറ്റ് എന്താ പറഞ്ഞാൽ സമശീതോഷ്ണ വനങ്ങൾ. ആ സമശീതോഷ്ണ വനങ്ങളിലും ഇതുപോലെ തന്നെ ഈ ഇവിടെ ഇതിന് നമുക്ക് നോക്കാം എത്ര ടെമ്പറേച്ചറിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 10 തൊട്ട് പിന്നെ ഇങ്ങനെ തുടങ്ങി ആ 25-ൻ്റെ താഴെ വരെയുള്ള ടെമ്പറേച്ചറാണ് കിട്ടുന്നത്. അവിടെ കിട്ടുന്ന റെയിൻഫോൾ 100 തൊട്ട് ഇതിൻ്റെ എൻ്റെ എവിടെ വരുന്ന ഏകദേശം 215-200-ൻ്റെ ഇടയിലുള്ള ഒരു അത്രയും അല്ലെങ്കിൽ ഒരു 250 വരെയുള്ള സെൻറ്റിമീറ്ററാണ് കിട്ടുന്നത്. അതുപോലെ കോണിഫറസ് ഫോറസ്റ്റ് എന്ന് പറയുന്നതും ഇതുപോലെ തന്നെയാണ്. ഒരു 0 തൊട്ട് ആ 15 വരെയുള്ള ആ ടെമ്പറേച്ചറിൽ വരുന്നു. അതിൽ കിട്ടുന്ന റെയിൻഫോളും ഈ 100 തൊട്ട് 250 കഴിഞ്ഞാൽ 300-ന് അടുത്തുള്ള ഒരു റേഞ്ച് വരെ അവിടെ എന്ത് കിട്ടുന്നുണ്ട്, ആനുവൽ പ്രിസിപ്പിറ്റേഷൻ കിട്ടുന്നുണ്ട്. അതേസമയം ഇവിടെ ആർട്ടിക് ആൻഡ് ആൽപൈൻ ടുണ്ട്ര നമ്മൾ പറഞ്ഞാൽ ഒരുപാട് ഒരു 50 തൊട്ട് ഒരു 100 കഴിഞ്ഞുള്ള ആ ഒരു റേഞ്ച് വരെയാണ് കിട്ടുന്നത് ആനുവൽ പ്രിസിപ്പിറ്റേഷൻ. അതൊരു സ്നോ ഫോമിലാവും. റെയിൻ ആൻഡ് സ്നോ ഫോം. സ്നോ ആയിരിക്കും കൂടുതൽ കിട്ടുക, ഏറ്റവും കൂടുതൽ. കാരണം അവിടെ ടെമ്പറേച്ചർ നോക്കിയാൽ -15 കഴിഞ്ഞുള്ള -10 and -5 ആ ടെമ്പറേച്ചറാണ് ഏറ്റവും തണുത്ത ഒരു ഇതായിരിക്കും ടെമ്പറേച്ചറാണ് കിട്ടുന്നത്. സോ അവിടെയുള്ള ഒരു പ്രിസിപ്പിറ്റേഷൻ തന്നെ സ്നോ ഫോമിലായിരിക്കും. സോ നമുക്ക് ഓരോ വർഷം കിട്ടുന്ന ആനുവൽ ടെമ്പറേച്ചർ, സോ ആനുവൽ എന്ന് പറഞ്ഞാൽ വർഷം ആ ടെമ്പറേച്ചർ ഇത്രയും ഒരു വേരിയേഷനിലാണ് വരുന്നത്. അതിനനുസരിച്ചുള്ള നമ്മുടെ ആനുവൽ പ്രിസിപ്പിറ്റേഷൻ ഈ ടെമ്പറേച്ചറിനനുസരിച്ച് നമുക്ക് റെയിൻ ഫോമിലോ സ്നോ ഫോമിലോ ആനുവൽ പ്രിസിപ്പിറ്റേഷൻ സെൻറ്റിമീറ്റർ കണക്കിൽ വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ഈ ടെമ്പറേച്ചർ വേരിയേഷൻസ് ഇൻ ആനുവൽ ടെമ്പറേച്ചർ ആൻഡ് വേരിയേഷൻസ് ഇൻ ആനുവൽ പ്രിസിപ്പിറ്റേഷൻ ഇത് രണ്ടും കൂടി കൂടുമ്പോഴാണ് നമ്മൾക്ക് ഈ പറഞ്ഞ ഡെസേർട്ട്, ഗ്രാസ് ലാൻഡ്, ട്രോപ്പിക്കൽ ഫോറസ്റ്റ്, ടെമ്പറേറ്റ് ഫോറസ്റ്റ്, കോണിഫറസ് ഫോറസ്റ്റ്, ആർട്ടിക് ആൻഡ് ആൽപൈൻ ടുണ്ട്ര പോലത്തെ ഡിഫറെൻറ്റ് ബയോമുകൾ നമുക്ക് ഉണ്ടാകുന്നത്. സോ ഈ ഡിഫറെൻറ്റ് ബയോമുകൾക്ക് കാരണം ഇക്കോസിസ്റ്റത്തിൻ്റെ ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള ലാർജസ്റ്റ് ഫോമാണ് ഈ പറഞ്ഞ ബയോമുകൾ. ഈ ഡിഫറെൻറ്റ് ബയോമുകൾ ഫോം ചെയ്യാനുള്ള കാരണം ഡിഫറൻസ് ഇൻ അല്ലെങ്കിൽ വേരിയേഷൻസ് ഇൻ ആനുവൽ ടെമ്പറേച്ചർ, അതായത് ടെമ്പറേച്ചർ ഡ്യൂറേഷൻ, ഇൻറ്റൻസിറ്റി, അതുപോലെ കിട്ടുന്ന ആനുവൽ പ്രിസിപ്പിറ്റേഷൻ റെയിൻ ആൻഡ് സ്നോ ഫോമിൽ.